പരുത്തിക്കാടിന് കോൺഗ്രസുകാർ കൊടുത്ത അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരത്തിന്റെ എഫക്റ്റ് കാണണ്ടേ. ഇന്നിപ്പോ സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ പുരസ്കാരത്തിന്റെ ഭാഗമായി കയ്യിൽ കൊടുത്ത ഉപഹാരം എന്നുള്ള നിലയ്ക്ക് കുറച്ച് തുകയുണ്ട്. കൈക്കൂലി എന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയാം. ഇത് ഉപഹാരം എന്ന പേരിൽ കൊടുക്കുന്നത് കൊണ്ട് പരസ്യമായി കൈക്കൂലി കൊടുക്കുന്നതിനെ ആദരിക്കലെന്നൊരു ഓമന പേരിട്ട് വിളിക്കാമല്ലോ. അങ്ങനെ ഒരു ആദരം കിട്ടിയതിന്റെ പ്രത്യുപകാരമാണ് ഈ അടിക്കുന്ന വായ്ത്താരികൾ. അങ്ങനെ 2ാം പിണറായി സർക്കാരിന്റെ ഒരു മാസം നീണ്ട ആഘോഷത്തിന്റെ സമാപനമായിരിക്കുന്നു. ദേശീയപാതയിലെ വിള്ളലുകൾ കൂടുതൽ മേഖലകളിലേക്ക് നീളുമ്പോഴാണ് എല്ലാ മേഖലകളിലേക്കുമുള്ള പുരോഗതി അവകാശപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയന്റെ 9ാം വർഷമാണിത്. 4 വർഷത്തെ നേട്ടങ്ങൾ അടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പുറത്തുവിട്ടത്. പ്രകടനപത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. വികസന നേട്ടങ്ങളിൽ ദേശീയപാതയുമുണ്ട്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കിയതുകൊണ്ട് യാഥാർത്ഥ്യമായ വികസനം. നാടാകെ ഉത്സവാന്തരീക്ഷമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. LDF ഇല്ല എങ്കിൽ ദേശീയപാതയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. നാടിന്റെ ഉത്സവത്തിൽ പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ കാണാനില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് പരിപാടിയേക്കാൾ വലിയ മറ്റേതോ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്നാണ് കേൾവി. പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ ദേശീയപാതയിൽ കേന്ദ്ര സർക്കാരിന് കീഴിലെ NHAI അഥവാ ദേശീയപാത അതോറിറ്റി വരുത്തിയ വീഴ്ചയെ സർക്കാരിന്റെ തോളിലേക്ക് പയ്യെ അങ്ങ് ചാരുകയാണ്. ഇങ്ങനെ സതീശനും രമേശ് ജിക്കും വേണ്ടി പണം വാങ്ങി കൂലിയെടുത്ത് നടത്തുക അല്ലെങ്കിൽ കൂലി ശബ്ദമാകുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിന്റെ നേർസാക്ഷ്യമാണ്. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മാധ്യമ മേഖലയിലെ മഹാദുരന്തത്തിന് പുരസ്കാരങ്ങൾ നൽകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഈ വാചകങ്ങൾ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ സാമാന്യ ലോജിക്കുള്ളവർക്ക് ഈ നാടിന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനം എന്താണെന്നും അതുകൊണ്ട് ഈ നാട്ടിൽ അടിസ്ഥാന സൗകര്യ വികസനമായിട്ടുള്ള റോഡുകൾ വരുമ്പോൾ ആ പണി ചെയ്യുന്നവരുടെ വീഴ്ചയെ സർക്കാരിൻ്റെ തലയിൽ വയ്ക്കുകയാണ്. കാര്യം 4ാം വാർഷികത്തോടനുബന്ധിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിൽ വരുന്ന മാറ്റങ്ങളായിട്ട് ദേശീയപാത റോഡുകളെ ഉയർത്തിക്കാട്ടി. അതുകൊണ്ട് അതിലുണ്ടായ വിള്ളൽ വരുത്തിയവരെയല്ല, ഇവരെ അങ്ങ് പരിഹസിക്കുക, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇതിനുവേണ്ടി പുട്ടിയിട്ട് ചാനൽ മൈക്കുകളുടെ മുന്നിലിരുത്തിയിരിക്കുന്ന 916 പെൺ സതീശനാണ് പരുത്തിക്കാടെന്ന് ആർക്കും സംശയമില്ല. ഇപ്പോഴും ഈ സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു നല്ല വാക്ക് വായിന്ന് വരില്ല. ഇതുപോലെ അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരങ്ങളൊക്കെ വാങ്ങി കഷത്ത് വെച്ചിട്ട് എന്തിനേയും ഏതിനേയും കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വെച്ചിട്ട് സർക്കാരിൻ്റെ പെടലിലോട്ട് താങ്ങിക്കൊടുക്കുക, അതിലൂടെ കോൺഗ്രസ്സുകാർക്കൊരു സന്തോഷം കൊടുക്കുക, നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോകൾ സൃഷ്ടിക്കുക. അതാണ് എടുത്തുകൊണ്ടിരിക്കുന്ന പണി. ഈ അമ്പലപ്പള്ളി മാമുക്കോയ പുരസ്കാരമല്ല, തെക്കേടത്ത് ജഗതി എന്ന പേരിൽ പോലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സിനിമാ നടന്മാരുടെ പേരിന് സാമ്യമുള്ളവരുടെ പേരിലൊക്കെ ഇതുപോലുള്ള അവാർഡുകൾ കൊടുക്കും. എന്തിനാണ്? കൂലിക്ക് വേണ്ടി പണിയെടുക്കാൻ. അതെങ്ങനെയാണ് എടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ 2ാം പിണറായി സർക്കാരിന്റെ ഒരു മാസം നീണ്ട ആഘോഷത്തിന്റെ സമാപനമായിരിക്കുന്നു. ദേശീയപാതയിലെ വിള്ളലുകൾ കൂടുതൽ മേഖലകളിലേക്ക് നീളുമ്പോഴാണ് എല്ലാ മേഖലകളിലേക്കുമുള്ള പുരോഗതി അവകാശപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായി വിജയന്റെ 9ാം വർഷമാണിത്. 4 വർഷത്തെ നേട്ടങ്ങൾ അടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പുറത്തുവിട്ടത്. പ്രകടനപത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. വികസന നേട്ടങ്ങളിൽ ദേശീയപാതയുമുണ്ട്. സംസ്ഥാന വിഹിതം ലഭ്യമാക്കിയതുകൊണ്ട് യാഥാർത്ഥ്യമായ വികസനം. നാടാകെ ഉത്സവാന്തരീക്ഷമെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത്. LDF ഇല്ല എങ്കിൽ ദേശീയപാതയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. നാടിന്റെ ഉത്സവത്തിൽ പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ കാണാനില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് പരിപാടിയേക്കാൾ വലിയ മറ്റേതോ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്നാണ് കേൾവി.